യൂണിഫോമിലായിരുന്നില്ലേ? ചെറിയച്ഛൻ എന്ത് ജോലി ചെയ്യുന്നേ? എന്തൊക്കെയാ ചെറിയച്ഛൻ ഇവിടെ നടക്കുന്നേ? നീ എത്ര ശ്രമിച്ചാലും അവര് നിന്നോടൊന്നും പറയില്ല മോളെ. അമ്മ എന്താ ഈ സമയത്ത്? എന്റെ പേരക്കുട്ടികളെ കാണാൻ വന്നതല്ല അബി. അവര് നിന്റെ അടുത്ത് സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്കറിയാം. അമ്മ ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ ആരുമില്ലേ? വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ പേടിയൊക്കെ മാറി മോളെ. ഞാൻ തനിച്ചാ വന്നത്. എന്താ മുത്തശ്ശി ശരിക്കും സംഭവിച്ചേ? മുത്തശ്ശിയെങ്കിലൊന്ന് പറ. ഞാൻ പറയാം മോളെ. അത് ഞാൻ പറയട്ടെ അബി. നിന്റെ ചെറിയച്ഛനും ചെറിയമ്മയും എത്ര നല്ല മനസ്സുള്ളവരാണെന്നും അവരുടെ ഉയർച്ചയെക്കുറിച്ച് ഞാൻ പറയാം. സ്വത്തിനു വേണ്ടി നിന്റെ അച്ഛനും അഖിൽ ചെറിയച്ഛനും അഭിയെയും വസുവിനെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഉടുതുണി മാത്രം എടുത്തിട്ടാ അവരാ വീട്ടിൽ നിന്നും ഇറങ്ങി ഇവിടെ വന്നിപ്പോ താമസിക്കുന്നത്. അമ്മേ, അതെല്ലാം കാവ്യയോട് എന്തിനാ ഇപ്പൊ പറയുന്നേ? കുട്ടികളോട് നമ്മളെല്ലാം പറയണോ അബി? എന്നാലേ അവർക്ക് എല്ലാ നന്മ തിന്മകളും അറിയാൻ കഴിയൂ. സത്യം പറയുകയാണെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം നിന്റെ അഭിചെറിയച്ചൻ്റെതാണ് കാവ്യ. അവര് ചോദിച്ചപ്പോ തന്നെ മുഴുവനും അവർക്ക് എഴുതി കൊടുത്തിട്ടാ വന്നത്. അവരുടെ ഫാക്ടറിയിലാ നിന്റെ അഭിചെറിയച്ചനും ചെറിയമ്മയും എംപ്ലോയീസ് ആയിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഇവർക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ദാനം ചെയ്തിട്ട് ഇവരിപ്പോ ഈ ചെറിയ വീട്ടില് കഷ്ടപ്പെട്ട് ജീവിക്കുക. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കാവ്യ. സന്തോഷായിട്ടാ ഞങ്ങൾ ഇവിടെ കഴിയുന്നേ. മുത്തശ്ശി വെറുതെ ഇങ്ങനെ പറയുന്നതാ. സോറി ചെറിയമ്മേ. ചെറിയച്ഛ, എന്റെ അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും സോറി. അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തിനാ മോളെ സോറി? ഭാസ്കരേട്ടൻ നിനക്ക് അച്ഛനാവുന്നതിന് മുമ്പേ എനിക്ക് എന്റെ ഏട്ടനാ. എന്റെ ഏട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഒരു വിഷമവുമില്ല. സന്തോഷമായിട്ട് സ്വത്തെല്ലാം അവർക്ക് എഴുതി കൊടുത്തു. ആ സ്വത്തിൽ നിന്നും ഒരു 20 ലക്ഷം രൂപ പോലും സ്വന്തം മകൾക്ക് വേണ്ടി ചോദിച്ചപ്പോ അവര് കൊടുത്തില്ല. നിന്റെ മകൾ ആശുപത്രി കിടന്നിട്ട് പോലും അവരൊന്ന് അന്വേഷിച്ചു പോലുമില്ല. പക്ഷെ നീയാണെങ്കിൽ അവരുടെ മകൾക്കൊരു ദുഃഖം വന്നപ്പോ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എത്ര നല്ല മനസ്സാ നിന്റെ അബി. എത്ര ഉയർന്ന ചിന്തയാ നിനക്ക്. കാവ്യ ഞങ്ങളുടെയും കൂടെ മോളാ അമ്മേ. അവൾക്ക് പ്രശ്നമുള്ളപ്പോ ഞങ്ങൾ എങ്ങനെയാ മിണ്ടാതിരിക്കുക? ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നത് വരെ കാവ്യ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. അതുതന്നെയാ ഞാനും പറയുന്നേ. നിങ്ങളെ ബഹുമാനിക്കാത്തവരെ നിങ്ങൾ എന്തിനാ അങ്ങനെ കാണുന്നത്? നിന്റേതുപോലൊരു നല്ല മനസ്സ് അവർക്ക് എന്താ ഇല്ലാത്തത്? നീ എന്റെ വയറ്റില് എന്താ അഭി ജനിക്കാത്തത്? ഞാനും അമ്മയുടെ സ്വന്തം മകൻ തന്നെയാ. അല്ലെന്ന് ആരാ പറഞ്ഞത്? അഭി, മക്കളാണെങ്കിൽ നിന്നെ പോലൊരു മകനായിരിക്കണം. വസുവിനെ പോലൊരു മരുമകളെ എനിക്ക് വേണ്ടത്. സ്വത്തിനേക്കാൾ വലുതായത് ബന്ധങ്ങളാണെന്ന് പറയുന്ന നിങ്ങളെപ്പോലെയുള്ളവരെയാ വേണ്ടത്. എല്ലാ കുടുംബത്തിലും ഇതുപോലെ വേണം. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ചെറിയച്ച. വീട്ടിലെല്ലാം ശരിയായി നടക്കുന്നു എന്നാ കരുതിയത്. അച്ഛൻ പോലും എന്നോടൊന്നും പറഞ്ഞില്ല. ഇതൊന്നും പറയേണ്ട കാര്യമില്ല മോളെ. ഒന്നും തന്നെ പെർമനന്റ് അല്ല. ഈ കാര്യങ്ങളൊന്നും നിന്റെ മനസ്സിലേ വച്ചേക്കരുത്. അതെ കാവ്യ, അല്ലെങ്കിൽ നീ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ ആകണ്ട. ഒന്നും സംഭവിക്കാത്ത പോലെ നീ നോർമലായിട്ട് നിന്നാ മാത്രം മതി.
അങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ വസു. വേറെ ആരെക്കൊണ്ടും കഴിയില്ല. വസുന്ധര, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്ക്. ഭക്ഷണത്തിനുള്ള സമയമായി. ഇന്ന് അമ്മയെ ഇവിടുന്നാ കഴിക്കുന്നത്. ആ ശരി ഏട്ടാ. ഷിറ്റ്, കറക്റ്റ് ഒപ്പിടാൻ പോകുന്ന സമയത്ത് തന്നെ ആ ശനി കേറി വന്നിരിക്കുക. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഏട്ടനോട് സൈൻ ചെയ്യാൻ പറയാനും പറ്റില്ല. MLA സാറാണെങ്കിൽ ദേഷ്യപ്പെട്ട പോയത്. സൈൻ ചെയ്യുന്ന കാര്യം അവിടെ നിക്കട്ടെ അഖിൽ. കാവ്യ അവരെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. നിന്റെ അമ്മയും കൂടെ പോയി. അടുത്തിനെ ഭാസ്കരേട്ടനെയും ഭാവന എടുത്തിയും പാട്ടിലാക്കി അവരോടൊപ്പം കൊണ്ടുപോയായിരിക്കും. പിന്നെ സ്വത്ത് നമുക്ക് കിട്ടില്ലല്ലോ. അതൊരു പ്രോബ്ലം അല്ലേ? ഒന്നതേ മതിലിന് മേലുള്ള കൂണ് പോലെയാ. ഭാവന എടുത്ത് പ്രഷർ ചെയ്ത് ഏട്ടനും അങ്ങ് പോവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഉടനെ തന്നെ കാവ്യയെ കൂട്ടിക്കൊണ്ടുവരാൻ നിന്റെ ചേട്ടനോട് പറ. ഏട്ടൻ സമ്മതിക്കും, പക്ഷേ ഏടത്തി സമ്മതിക്കില്ല. സ്വത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നിന്റെ ചേട്ടനെ ഏട്ടത്തിയെ സമ്മതിപ്പിക്കണം. വാ, പോയി അവരോട് സംസാരിക്കാം. വാ. അവന്റെ പേര് രാജേഷ് എന്ന ചെറിയച്ച. എന്റെ ക്ലാസ്മേറ്റാ. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട. അതെല്ലാം അഭിയും വസു നോക്കിക്കോളും. അയാൾ എന്തിനാ കാവ്യ നോക്കുന്നേ? നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കാര്യത്തിന് അയാൾ എന്തിനാ തലയിടുന്നേ? കാവ്യ അവരുടെയും കൂടെ മകളാണ് അഖിൽ. അവര് രണ്ടുപേരും പുറത്തുനിന്നുള്ള ആൾക്കാരാ, ഈ വീട്ടിലുള്ളവരല്ല. അവര് തന്ന സ്വത്തുക്കളെല്ലാം നിങ്ങൾ കൈക്കലാക്കി. ഇപ്പൊ അവര് പുറത്തുനിന്ന് വന്നവരായല്ലേ? ഇളയമേ, വെറുതെ ഇടയ്ക്കേറി സംസാരിക്കരുത്. കാവ്യ അവരുടെ കൂടെ അവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല ഏട്ടാ. നമുക്ക് ഇപ്പൊ തന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും അഖിൽ? കാവ്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവാണോ? എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാതിരിക്കോ? നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല. അഭിയും വസുവും പറയുന്നതേ അനുസരിക്കും. കാവ്യ ഞാനും എടുത്ത് വളർത്തിയത് ഇളയമേ. ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കും. നിങ്ങൾക്ക് കാവ്യയുടെ മുറിയുടെ കതവ് പോലും തുറക്കാൻ പറ്റില്ല. പിന്നെ അവളുടെ കാര്യം നിങ്ങൾ എങ്ങനെ നോക്കും? ഭാസ്കരേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? കാവ്യ നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ രക്തം. അവളുടെ കാര്യത്തിൽ നിങ്ങളല്ല തീരുമാനം എടുക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല മോളെ. കാവ്യ അത്രയ്ക്ക് വലിയ ഷോക്ക് എനിക്ക് തന്നെ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഏട്ടാ. ഇപ്പൊ നമുക്ക് പോയി കാവ്യ വിളിച്ചോണ്ട് വരാം. വേണ്ട ഏട്ടാ, കാവ്യ അവിടെ നിൽക്കുന്നതാണ് അവൾക്ക് ഏറ്റവും നല്ലത്. അവരില്ലായിരുന്നെങ്കിൽ ഏടത്തി എന്ത് ചെയ്യായിരുന്നു? കാവ്യ ഈ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നില്ലേ? ഇപ്പൊ അവരുണ്ടല്ലോ അഖിലേ. കാവ്യ അവിടെ നിൽക്കുന്നില്ല. നിനക്കെന്താ നഷ്ടം? ഈ വീട്ടിലെ കുട്ടി എന്തിനാ ആ വീട്ടിലേക്ക് പോകുന്നേ? നമ്മുടെ മാനം പോവില്ലേ? അവൾ ആരാണെന്നും എന്ത് പറ്റിയെന്നും അടുത്തുള്ളവരൊക്കെ ചോദിക്കില്ലേ? 3rd ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഏരിയ അത്. കാവ്യയെ പറ്റി ഒരു ബാഡ് പബ്ലിസിറ്റി നടന്ന നാളെ അവളുടെ കല്യാണം എങ്ങനെ നടക്കും? കാവ്യയുടെ വിവാഹത്തെ പറ്റി നിങ്ങൾ ആരും ആലോചിച്ച് വിഷമിക്കേണ്ട അഖിൽ. ഇങ്ങോട്ട് നോക്കേട്ടാ, ഏട്ടൻ തന്നെ പറയും. കാവ്യ ഇവിടെ തന്നെ നിൽക്കേണ്ടത്. അവളുടെ ഫ്യൂച്ചറിന് അതാ നല്ലത്. ബലി വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് ആരും ഒന്നും മോശമായിട്ട് പറയില്ല. എന്നാൽ കുടിലിൽ കഴിയുന്ന പെമ്പിള്ളേരെ പറ്റി ഓരോരുത്തരും മോശമായിട്ട് സംസാരിക്കാറുള്ളത്. അപ്പൊ കാവ്യ ശരിക്കും തൂങ്ങിച്ചാകേണ്ടി വരും. അങ്ങനെയൊന്നും നടക്കില്ല അഖിൽ. നീ ആവശ്യമില്ലാതെ ഭാസ്കറിനെ ഭയപ്പെടുത്തരുത്. പേടിപ്പിക്കുന്നതല്ല ഭാസ്കരേട്ടാ, യാഥാർത്ഥ്യം പറഞ്ഞതാ. വേണമെങ്കിൽ കാവ്യയുടെ കൂടെ അവരോട് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയാം. അവരുടെ ഒന്നും ആവശ്യമില്ല. വാ, നമുക്ക് കാവ്യ വിളിച്ചോണ്ട് വരാം.
വേണ്ടേട്ടാ, കാവ്യ അവിടെ തന്നെ നിൽക്കട്ടെ. കാവ്യ നമ്മുടെ മോളാ ഭാവനെ, അവള് നമ്മുടെ കൂടെ നിൽക്കണ്ടേ. അങ്ങനെയല്ല ഏട്ടാ. നീ കൂടുതലൊന്നും പറയണ്ട അഖിൽ, വാ നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ ഇതുപോലത്തെ ആൾക്കാരുള്ളപ്പോ നീ പറയുന്നത് എങ്ങനെ കേൾക്കും? തെറ്റ് പറഞ്ഞു കൊടുക്കാൻ ആന്റിക്ക് മാത്രമേ അറിയൂ, ഞങ്ങൾക്കറിയില്ല. വാ അമ്മേ, ഞാൻ ആഹാരം വിളമ്പി തരാം. വേണ്ട വസു, ആദ്യം കാവ്യക്ക് കഴിക്കാൻ കൊടുക്ക്. എന്താ അമ്മേ, ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിൽ നിന്ന് കഴിക്കില്ലേ? അതേ വസു, എനിക്ക് പണക്കാര് കഴിക്കുന്ന ഭക്ഷണം തന്നെ വേണം. നിങ്ങൾ ഉണ്ടാക്കുന്നൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. സോറി അമ്മേ. എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വസു? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്നതല്ലേ? ആദ്യം ഇവൾക്ക് എന്തെങ്കിലും കൊടുക്ക്, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. കാവ്യ, ഭക്ഷണം കഴിക്കാൻ വന്നേ, വാ. എനിക്ക് വേണ്ട ചെറിയമ്മേ. എന്താ വേണ്ടത്തെ? എനിക്ക് ഒട്ടും വിശപ്പില്ല മുത്തശ്ശി. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നീ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ചെങ്കിലും കഴിക്ക്. എന്തോ കഴിക്കാനേ തോന്നുന്നില്ല ചെറിയമ്മേ. എന്താ വിശപ്പില്ലാത്തതിന്റെ കാരണം? മനസ്സ് മുഴുവൻ പേടിയോടെ ഇരിക്കല്ലേ, അങ്ങനെയുള്ളപ്പോ എങ്ങനെ വിശക്കാനാ? നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാവ്യ, എല്ലാം നിന്റെ ചെറിയച്ഛൻ നോക്കിക്കോളും. വാ, വന്ന് കഴിക്ക്. വേണ്ട ചെറിയമ്മേ. കാവ്യ, ഞാനും നീയൊന്നും പറഞ്ഞ കേക്കില്ല വസു. അവളുടെ ചെറിയച്ഛൻ പറഞ്ഞാലേ അവള് കേൾക്കൂ. കുട്ടിക്കാലം മുതലേ അവൾ അങ്ങനെയാ. അവളുടെ അച്ഛന്റെ അമ്മയുടെയും വാക്കുപോലും അവള് കേൾക്കില്ല. അബിയായിരുന്നു മടിയിലിരുത്തി അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അബിയുടെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങും. അബിക്ക് കാവ്യയോട് അത്രയ്ക്ക് സ്നേഹ. ഏട്ടാ, ഏട്ടാ. എന്താ വസുന്ധര? കണ്ടില്ലേ, കാവ്യക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. കാവ്യക്ക് നീ വാരി കൊടുത്താലേ ഭക്ഷണം ഇറങ്ങൂന്ന്. കഴിക്കുമോ? വേണ്ട ചെറിയച്ച. സത്യമായിട്ട് എനിക്ക് വിശപ്പ് തോന്നുന്നില്ല ചെറിയച്ച. എനിക്കറിയാം മോളെ, നിനക്ക് നല്ല വിഷമമുണ്ടെന്ന്. ഒന്നും കഴിക്കാതെ കിടന്നു കഴിഞ്ഞാ ആ വിഷമം ഇനിയും കൂടുകയുള്ളൂ. കഴിക്ക. കാവ്യ ഗുഡ് ഗേൾ ആണോ ബാഡ് ഗേൾ ആണോ? കാവ്യ ഗുഡ് ഗേളാ. പക്ഷേ ഇപ്പോ കാവ്യ ഓൾവേസ് ഗുഡ് ഗേൾ. എന്ത് പറഞ്ഞാലും കേൾക്കും. ഇപ്പൊ ഭക്ഷണം കഴിക്കും അല്ലേ? ചെറിയ പ്രായത്തിൽ ഓർമ്മയില്ലേ മോൾക്ക് എങ്ങനെയാ വാരി തരുന്നതെന്ന്? ജെല്ലി ഫിഷ്, ജെല്ലി ഫിഷ്. Big shark, where are you? തെയ്യാരം തൂമണിക്കാത്തേവാ, കളിയാടിവാ, ഒരു കൂട്ടുതാ. തുന്നാരം തുഞ്ചത്ത് ചാഞ്ഞുവാ, കുളിരാടിവാ,
മഴ തൂകി നീ വരുമോ ചിറകുകൾ വീശി നീയോ തെയ്യാരം തൂമണിക്കാറ്റേ വാ കളിയാടി വാ ഒരു കൂട്ടുതാ കണ്ണീനെന്താ വെള്ളം വരുന്നേ? നല്ല എരിവുണ്ടോ? ഐ മിസ് യു ചെറിയച്ച. ചെറിയച്ചന്റെ സ്നേഹത്തെയും വീടിനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോളെ. വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോ കുട്ടികൾ പുറത്ത് സ്നേഹം തേടിപ്പോ. പക്ഷെ രാജേഷ് നല്ലൊരു പയ്യനാ ചെറിയച്ച. അതുകൊണ്ടല്ലേ കാവ്യ മോള് അവനെ തന്നെ സ്നേഹിച്ചത്? അങ്ങനെയല്ല ചെറിയച്ച, രാജേഷും ചെറിയച്ചനെ പോലെ തന്നെയാ ബിഹേവ് ചെയ്യാറ്. അതായത് ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടീവുമാ, ജെനുവിനാ. എന്നോട് അൺകണ്ടീഷണൽ ലവ് ചെറിയച്ച. പിന്നെന്തുകൊണ്ടാ ഞങ്ങളോട് മോള് നേരത്തെ പറയാതിരുന്നേ? എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി ചേർന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനു മുന്നേ അവന്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞു. അവനെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടേ ഇല്ല. പാവം, അവൻ കഴിച്ചോ ഇല്ലയോ? അവിടെ അവനും നിന്നെ കുറിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും ആലോചിക്കുന്നത്. ഇവിടെ നീ ഭക്ഷണം കഴിച്ചാൽ അവിടെ അവനും കഴിക്കും. ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന കാര്യം അവിടെയുള്ള രാജേഷ് എങ്ങനെ അറിയാനാ ചെറിയച്ച? അവിടെ രാജേഷ് ഭക്ഷണം കഴിച്ചില്ലെന്ന് നിനക്കറിയാൻ പറ്റിയില്ലേ? ദാറ്റ് ഈസ് ലവ്. ദൂരം മനുഷ്യർക്കിടയിലുണ്ട്, എന്നാൽ മനസ്സുകൾക്കിടയിലില്ല. ചെറിയച്ചനെ പോലെ എന്റെ അച്ഛനും മകൾ ചെറിയച്ചനും എന്താ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാത്തത്? എന്തിനാ ഭാസ്കർ ഇവിടെ വന്നത്? അതമ്മേ, കാവ്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടാ. ഇതും അവൾക്ക് വീട് തന്നെയാ. കാവ്യ ഭാസ്കരേട്ടന്റെ മകളാമേ. കാവ്യ അഭിക്ക് മോളെ പോലെയാ. കാവ്യ ഇവിടെ നിൽക്കുന്നത് എനിക്കത്ര താല്പര്യമില്ലമ്മേ. എല്ലാം നിന്റെ ഇഷ്ടമാണോ ഭാസ്കർ? എന്നെങ്കിലും കാവ്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റി നീ ചോദിച്ചിട്ടുണ്ടോ? അത് നിറവേറ്റിയിട്ടുണ്ടോ? അവൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചു. ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. ഇനി വേറെ എന്ത് വേണമെന്നാ? ഒരച്ഛനായ നിന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു തവണ അഭിയെ കണ്ട് പഠിക്കും. കാവ്യയെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവൻ നോക്കുന്നേ. അടുത്തിരുത്തി ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. അവൾക്ക് വിഷമം വരുമ്പോ സമാധാനപ്പെടുത്തും. പേടിച്ചിരിക്കുന്ന അവളെ ധൈര്യപ്പെടുത്തുക അവൻ. അതിനേക്കാളേറെ കാവ്യയുടെ പക്വതയില്ലാത്ത പ്രേമം അവൻ മനസ്സിലാക്കി. ആ സ്നേഹം നിറവേറ്റുന്നതിനായി ധൈര്യം അവൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നീ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കുട്ടികളോട് സ്നേഹം കാണിക്കാന്ന് പറഞ്ഞ അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക മാത്രമല്ല ഭാസ്കർ, അവരെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാ. നിന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാവ്യ അഭിയോട് ധൈര്യമായിട്ട് പറയും. സ്വന്തം അച്ഛനായിട്ട് കൂടി മകളായ കാവ്യയിൽ നിന്നും അകന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഭാസ്കർ. അഭിയോട് അവൾക്കുള്ള അടുപ്പവും എനിക്ക് മനസ്സിലാകും. നിന്റെ കൂടെ ഉള്ളതിനേക്കാൾ അഭിയുടെ കൂടെ കാവ്യ വളരെ നന്നായിട്ട് കഴിയും.
കാവ്യയെ അഭി കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളൂടാ. അവളുടെ കണ്ണീരവൻ തുടച്ചു മാറ്റും. എന്നെ വിശ്വസിക്കു ഭാസ്കർ. ആരുടെയെങ്കിലും വീട്ടിൽ വന്നിരിക്കേണ്ട തലവിധി നമ്മുടെ കാവ്യക്കില്ലമ്മേ. ഇയാൾ ചെയ്യുന്ന കാര്യം എന്താ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? നിങ്ങളോട് ആ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കാവ്യ ആ വീട് വിട്ട് ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ലായിരുന്നു. എന്താ ഏട്ടേത്? കാവ്യ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന അമ്മയുടെ സ്ട്രോങ് ആയിട്ട് പറയാൻ വയ്യേ? എനിക്ക് കാവ്യ ഇവിടെ നിൽക്കുന്നത് നല്ലതെന്ന് തോന്നുമെങ്കിൽ ഇയാൾ ശരിക്കും രണ്ടു വെള്ളത്തിൽ കാലുവെക്കുക. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാ ശരിയമ്മേ, അമ്മയുടെ ഇഷ്ടം പോലെ.